ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ശാന്തസുന്ദരമായ സ്ഥലത്ത് കൂടെ നമ്മൾ എവിടോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? വിഷമിക്കേണ്ട, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ മങ്കയത്തോട്ടാണ് പോകുന്നത്. അതായത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അവൻ്റെ വീട് ഇച്ചിരി കാട്ടിൻ്റെ അകത്തോട്ടാണ്. പോകുന്ന വഴിക്ക് ഈ ഇട സൈഡ് കാണുന്ന മൊത്തം വനമാണ്. വനത്തിൽ നിന്ന് ആന ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കുഴി എടുത്തിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മങ്കയം എത്തിയിട്ടുണ്ട്. മങ്കയം ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞുള്ള റോഡ് നേരെ പോകണം. ഇതൊക്കെയാണ് അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള പ്രധാന കാഴ്ചകൾ. ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ആനനെയൊക്കെ കാണാമെന്നാണ് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് വീട്ടിലോട്ടുള്ള വഴി നമുക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് അവൻ്റെ അങ്കിളിനെ നമ്മളെ കൂടെ വിട്ടിട്ടുണ്ട്. ഫ്രണ്ടിൽ പോകുന്ന ബൈക്കിലുള്ളവരെ കളിയാക്കി അവരാധിച്ചൊക്കെയാണ് പോകുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് കാടാണ്. ഓഫ് റോഡൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ച് ചേതൊക്കെ കയറി പോകത്തില്ലെന്ന്. പക്ഷേ രണ്ടുപേരെയും വെച്ചുകൊണ്ട് നല്ല സുഖമായിട്ട് കയറിപ്പോയി. വണ്ടി നമ്മൾ മേളിലൊരു പണി നടക്കുന്ന വീട്ടിൻ്റെ അവിടെ ഒതുക്കി വെച്ചിട്ട് ഇനി കുറച്ച് ദൂരം നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. താഴോട്ട് കുറച്ച് നടന്നു പോകാൻ നേരത്ത് അവൻ നിൽക്കുന്ന സ്ഥലത്തെത്തും. അവൻ്റെ അങ്കിളിൽ നിന്ന് നമുക്കറിയാൻ സാധിച്ചത് ഇവിടെ ആനയുടെ ശല്യം മാത്രമല്ല, പുലിയുണ്ട്, കരടിയുണ്ട്, അങ്ങനത്തെ കുറച്ച് മൃഗങ്ങളുടെ ശല്യം ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ മനുഷ്യരെ ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല. ഇവിടെ ഒന്ന് ഇടയ്ക്കുന്ന പോത്തിനെയും കണ്ട പുലി ഒരു പ്രാവശ്യം പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് നമ്മൾ നിൽക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട്. നമുക്ക് ചെറുക്കനെ കിട്ടിയില്ല. ചെറുക്കൻ എന്തോ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിപ്പോയി. അപ്പോഴത്തേനും നമ്മൾ ഈ അങ്കിളിൻ്റെ കൂടെ നമ്മൾ പോവുകയാണ്. ഇത് ആനയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സർക്കാർ കെട്ടിക്കൊടുത്ത സാധനം എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. ഇതാണ് എരപ്പിൽ. നമ്മൾ ഇവിടെ ഇറങ്ങിയാണ് കുളിക്കാൻ പോകുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് നല്ല ആഴമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ റൈറ്റ് സൈഡ് വഴി ഇതിൻ്റെ അടുത്തോട്ട് പോകണം. അവിടെ നിന്ന് കുളിക്കാം. സത്യം പറഞ്ഞാൽ നമ്മളൊന്നും പ്ലാൻ ചെയ്യാതെയാണ് ഇങ്ങോട്ട് വന്നത്. പ്ലാൻ ചെയ്താൽ എന്തായാലും നടക്കൂല. പെട്ടെന്ന് ഞായറാഴ്ച ദിവസമല്ലേ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വിചാരിച്ച് വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി. എനിക്കാണെങ്കിൽ എണ്ണ അടിക്കണ്ട, കറണ്ടല്ലേ. അപ്പോൾ എത്ര പറയുള്ളൂ, ഇങ്ങനത്തെ വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. ആഴമുണ്ടാന്നൊക്കെ നോക്കിയിട്ടൊക്കെ ഇറങ്ങുക. ബി കെയർഫുൾ. ഓക്കെ. അപ്പോൾ ശരി, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേ ഓക്കെ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ടാറ്റ, ബൈ ബൈ.